ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറിവേൽ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ ഡിഷായിട്ട് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര സിമ്പിളായിട്ടോ, പിന്നെ മസ്റ്റ് ട്രൈ ഉള്ള റെസിപ്പിയാണ്. അത് നമുക്ക് ഒരു ചിക്കൻ എടുക്കാം. ചിക്കന് വിനീഗർ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന ശേഷം നമുക്കിങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഫുള്ള് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ ഒരു കപ്പ് മല്ലിയില കേട്ടോ, നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ടീസ്പൂൺ കൊണ്ടാണ് എടുക്കണേ കേട്ടോ. ഇതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 2 മാഗി ക്യൂബ്സ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ടെടുക്കുക. അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറച്ച് ചേർത്ത് എടുത്താൽ മതിയാണ്. പിന്നെ 2 ക്യൂബ്സിലാണ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവേ, അടിപൊളി ഒരു സ്മെല്ലാണത്. കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒറ്റയ്ക്ക് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കാൻ അറിയത്തില്ല, നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇതിങ്ങനെ കണ്ട, ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ സ്കിന്നിൽ കൂടിയിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇങ്ങനെ വേണം. ഇത് നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ. ഞാനിത് രാവിലെ മിക്സ് ചെയ്തിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സിമ്പിൾ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ മയോനൈസും കുബൂസും കൂടിയിട്ട് കഴിച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ ശേഷം നമുക്ക് സെയിം പാന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിലുണ്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. മൊത്തത്തിലുള്ള ചിക്കനല്ലേ, അത് കാരണം കൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് മറിച്ചിട്ട് കൊണ്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ.
ആദ്യം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇങ്ങനെ ആവട്ടോ, എണ്ണ ആയിട്ടില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമല്ലോ. ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പതുക്കെ നമുക്ക് മറിച്ചിടാം കേട്ടോ. ആ മസാല എണ്ണ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചിടാം കേട്ടോ. 2 കയ്യിൽ കൂടി എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ആ മസാല സൈഡിലുള്ള മസാല മണ്ണാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തിട്ട് എണ്ണ മൂടി വയ്ക്കുക. മൂടി വെച്ച ശേഷം ഞാൻ ഈ ഫ്ലെയിം കുറച്ച് കൂടുതലെന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടില്ലേ, അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ. നിങ്ങൾക്ക് ഏത് അടുപ്പാണോ ഉള്ളത് അതൊന്ന് നോക്കിയിട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അത് സോക്കായിട്ട് കിട്ടും. മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട, ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 പ്രാവശ്യം ഒന്നും പൊട്ടാതെ ഒന്ന് മറിച്ചിടണം കേട്ടോ. ചിക്കൻ നമുക്ക് കുക്കായിട്ട് കിട്ടണം 2 സൈഡും. അത് കാരണം കൊണ്ടാണ് ആ മസാല ഉണ്ടല്ലോ കണ്ട, ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഇതിനുള്ളിൽ മന്തിയുടെ മസാലയും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ മിക്സ് ചെയ്യുമ്പോൾ ഞാനത് വിട്ടു പോയിട്ടുണ്ടേ പറയാൻ വേണ്ടിയിട്ട്. അതാണ് കണ്ട, ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ടത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്കായിട്ട് വരട്ടെ. അതിനുള്ളിൽ നമുക്ക് ആ കാഷ്യൂനട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ ഭയങ്കര എളുപ്പമാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനും പോവാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് നോക്കണം. ഇനി നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റില്ലേ ഇതിലേക്ക് ചേർത്തെടുക്കുക. ഇത് ചേർക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കന് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചിക്കന് കിട്ടില്ലേ, അത് നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കണേ. വലിയ ചിക്കൻ ഇല്ലാതെ ചെറിയൊരു ചിക്കൻ കിട്ടും കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ പറയണതിൽ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് എടുത്ത ശേഷം സൈഡിലുള്ള മസാല മണ്ണാണ് ഇതിലേക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചിടാം കേട്ടോ. പതിക്ക് 2 കയ്യിൽ കൊണ്ട് ഇന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കി കൊടുക്കുക. കാരണം നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. കണ്ട, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം, സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് മയോനൈസ് ഉണ്ടാക്കാം. മയോനൈസ് ഒരു ബുൾസൈ റെഡിയാക്കിയിട്ടെടുക്കാം. ക്രിസ്പി ആവാൻ പാടില്ല കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നല്ല ഇതായിട്ട് വേവണം, അതേപോലത്തെ ക്രിസ്പി ആവാതെ എടുക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. ബാക്ക് സൈഡിൽ കണ്ട ഓംലെറ്റ് ഇങ്ങനെ വേണം. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലുതായ കാരണം കൊണ്ട് ഒരെണ്ണം ചേർത്ത് എടുത്തിട്ടുണ്ട്. ചെറുതെങ്കിൽ 2 എണ്ണം ചേർത്ത് എടുത്താൽ മതി.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അരച്ച് കൊണ്ടുവരാം. കണ്ട ഇങ്ങനെ അടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കണ്ട ഞാൻ 1/4 കപ്പിൻ്റെ പകുതിയാണോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. കണ്ട നമ്മൾ അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ മതി കേട്ടോ. കണ്ട ഇത്ര വലുതായിട്ടാ വെളുത്തുള്ളി, അത് കാരണം ഉണ്ടായിരുന്നു ഒരെണ്ണം എടുത്തിട്ടുള്ളതല്ലോ. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കണ്ട നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചെടുക്കുക. ആ മസാല ഇല്ലേ, ആ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അയച്ചെടുക്കുക കേട്ടോ. കണ്ട ഇത്രയുള്ള കേട്ടോ. പരദീസ ചിക്കന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.